വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1.5 കിലോ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങും ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് ആയിട്ട് കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് അരിച്ചെടുക്കുക. 1.5 കപ്പ് മൈദ, അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേക്കിലേക്ക് വേണ്ട എഗ് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇവിടെ ഞാൻ 5 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ സുർക്ക, ഇവ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പൊങ്ങി വരുന്നതിന് ശേഷം 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ് ബാറ്ററിലേക്ക് അരിച്ചു വെച്ചേക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫസ്റ്റ് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് പാല് ചേർക്കുക, പിന്നെ ഫ്ലോർ മിക്സ് ചേർക്കുക, അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ, കേക്ക് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കേക്ക് ബാറ്റർ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം 8 ഇഞ്ച് മോൾഡിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ എടുത്ത് ഒഴിവാക്കുക. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ഒന്ന് കാണുക. ഒരു കേക്ക് ബേസ് എടുത്ത് അതിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് സെൻറ്റർ പീസ് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ക്രീം ഇടുക. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും ചെറിയും ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ക്രം കോട്ട് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ച് കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനൽ കോട്ട് ചെയ്ത് കേക്ക് ബോർഡ് വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്കിനി കേക്കിന്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് എടുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക. ഗ്രീൻ ജെൽ കളർ 2 ഡ്രോപ്സ് ചേർത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കുക. എന്നതിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ച് ഒരു റോസറ്റ വരച്ചു കൊടുക്കുക. മുകളിലെ 2 പൂക്കൾക്ക് ഇടയിലായിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേര് എഴുതിയത്. കേക്കിന്റെ മുകളിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ടോപ്പറും കൂടി വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.